അമ്പിയാക്കൾ വന്ന് റസൂലുള്ളാഹിന്റെ പിന്നിൽ വെച്ച് നിസ്കരിച്ചു എന്ന് നിങ്ങൾ ഹദീസിന്റെ കിതാബിൽ കണ്ടില്ലേ, തഫ്സീറിന്റെ കിതാബ് കണ്ടില്ലേ? പോകട്ടെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ വെച്ച് പള്ളിയിൽ വന്നിട്ട് മുമ്പെങ്ങാനും വഫാത്തായി പോയ അമ്പിയാക്കൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? അക്കാര്യം മുജാഹിദിന്റെ ശബാബുകാരികയിൽ അടക്കം സമ്മതിച്ചിട്ടില്ലേ? അപ്പൊ വഫാത്തായി പോയ മഹാന്മാർക്ക് ചിലപ്പോ ഭൂമി ലോകത്ത് വന്ന് സമ്മേളിക്കാൻ കഴിയുമെന്നതിന് അത് തന്നെ പോലെ ഇരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ വന്ന് സമ്മേളിച്ചിരിക്കുകയാണ് കഅബത്തിനടുക്കൽ. ഞാൻ നോക്കി എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത്. അതാ ഒരു നല്ല ഹൈറ്റും വെയിറ്റുമുള്ള വളരെ ഗാംഭീര്യമുള്ള ഒരു പണ്ഡിതൻ നേരെ വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്തിരുന്ന് വലിയ നീളക്കുപ്പായവും തലയെക്കെട്ടുമൊക്കെയുള്ള ഒരു പണ്ഡിതൻ അടുത്തിരുന്നു കൊണ്ടൊരു കിതാബ് ഇങ്ങനെ നിർത്തി വായിക്കാൻ തുടങ്ങി. റസൂലുള്ള എല്ലാം കേട്ട് സമ്മതിച്ചു പോയി. കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചു ആരാണത്. നോക്കുമ്പോൾ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം ശാഫിഈ